അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വകഫ. അസ്സലാം. അൽഹംദുലില്ലാഹി വകഫ വസലാമുൻ അലാ മൻ ലാ നബിയ്യ അല്ലദീന ഇസ്തഫ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അപ്പോൾ നബി നാണയം എന്ന സീരീസിൽ നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രമാണ് വിശദമായ രീതിയിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ചർച്ച ചെയ്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം, ബാല്യകാലം, ചെറുപ്പത്തിൽ ആ രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത്. ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഉപ്പ മരണപ്പെടുന്നു, 6ാമത്തെ വയസ്സിൽ ഉമ്മ മരണപ്പെടുന്നു, 9ാമത്തെ വയസ്സിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളർത്തിയിരുന്ന വല്യുപ്പ മരണപ്പെടുന്നു, അബ്ദുൽ മുത്തലിബ്. പിന്നെ അബൂ താലിബിൻ്റെ സംരക്ഷണത്തിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുവരെയാണ് നമ്മൾ ചർച്ച ചെയ്തത്. അതിനുശേഷമുള്ള യൗവനത്തിൻ്റെ കാലഘട്ടം, അല്ലെങ്കിൽ ഒരു 40ാമത്തെ വയസ്സ് വരെ, നുബൂവത്തിന് മുൻപ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അത് 2, 3, 4 സംഭവങ്ങളേ ഉള്ളൂ. പക്ഷേ ആ ഉള്ള സംഭവത്തിലുള്ള ഒരുപാട് പ്രസക്തിയുള്ള കാര്യങ്ങൾ അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഉൾക്കൊള്ളാവുന്ന പാഠങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദുൽ മുത്തലിബിൻ്റെ മരണത്തോടു കൂടി അബൂ താലിബിൻ്റെ സംരക്ഷണത്തിലാണ്. അപ്പോൾ പിന്നീടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് സീറ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിരുന്ന ജോലി, ഇതെല്ലാം പ്രവാചക നുബുവത്ത് ലഭിക്കുന്നതിന് മുമ്പാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിരുന്ന ജോലി ആട്ടിടേൻ്റെ ജോലിയായിരുന്നു എന്നുള്ളത് കാണാൻ പറ്റും. ഇപ്പോൾ 15-16 വയസ്സ് ഉള്ള സമയം തൊട്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആടുകളെ മേയ്ക്കുന്ന ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ നമ്മളോട് പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രവാചകനെയും ആട്ടിടനായിക്കൊണ്ടല്ലാതെ അയച്ചിട്ടില്ല എന്നുള്ളത്. അപ്പോൾ അദ്ദേഹം ഒട്ടുമിക്ക നബിമാരും എന്ന് വേണം നമുക്ക് പറയാം, എല്ലാവരും ആടുകളെ മേയിച്ചിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അപ്പോൾ സഹാബത്ത് ചോദിക്കുകയാണ്, താങ്കളും ചെയ്തിട്ടുണ്ടോ? അപ്പോൾ സഹാബത്തിന് പോലും അറിയില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെറുപ്പത്തിൽ ആടുകളെ മേയിച്ചിട്ടുണ്ടായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ള സഹാബികൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല എന്ന് നമ്മൾ ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി അതെ, ഞാനും ആടുകളെ മേയിച്ചിട്ടുണ്ട്, ചെറിയ ചില വിലകൾക്ക് വേണ്ടിയിട്ട്, കുറഞ്ഞ പൈസക്ക് വേണ്ടിയിട്ട് ആടുകളെ മേയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മളെ നാട്ടിലൊക്കെ കാണുന്ന ഏറ്റവും കുറഞ്ഞ ശമ്പളം കിട്ടുന്ന ചില ജോലികളുണ്ടല്ലോ, അപ്പം നമ്മൾ എല്ലാവരും ചെയ്യാൻ മടി കാണിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ഒരു സഹതാപത്തോടു കൂടി നോക്കുന്ന ഏറ്റവും കുറഞ്ഞ ശമ്പളം വാങ്ങുന്ന ചെറിയ ജോലിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിരുന്നത് എന്നുള്ളത് മനസ്സിലാക്കും. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ജീവിതത്തിന് വേണ്ടി അധ്വാനിച്ച് തന്നെ ജീവിക്കണം എന്നുള്ള ആ ഒരു പാഠം കൂടി നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ ഒരു യുദ്ധത്തിൻ്റെ സമയത്ത്, സഹാബത്തുമായിട്ട് യുദ്ധത്തിന് പോകുന്ന സമയത്താണ് അദ്ദേഹം ഒരു ആട്ടിടയനെ കാണുകയാണ്. അപ്പോൾ അദ്ദേഹം ഈ ആട്ടിടയനെ, അവിചാരിതമായി കാണുന്ന ഈ ആട്ടിടയന് ചില ഉപദേശങ്ങൾ കൊടുക്കുകയാണ്. ഈ അറാഖ് എന്ന് പറയുന്ന മരത്തിൻ്റെ കൊമ്പിൽ നിന്ന് വേണം നിങ്ങൾ കൊടുക്കാൻ വേണ്ടി, ആടുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി, അതായിരിക്കും നിങ്ങളുടെ ആടുകൾക്ക് നല്ലത് എന്നുള്ളതൊക്കെ പറയുമ്പോൾ ഈ കേൾക്കുന്ന ആൾ അത്ഭുതപ്പെടുന്നു, സഹാബത്ത് അത്ഭുതപ്പെടുന്നു, ഇതെങ്ങനെ നിങ്ങൾക്കറിയാം എന്ന് ചോദിക്കുകയാണ്. അപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ഞാൻ ആട്ടിടയനായിട്ടാണ് ചെറുപ്പത്തിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളത്. അപ്പോൾ ഏറ്റവും ശമ്പളം കുറഞ്ഞ ആളുകൾ ഏറ്റവും ബുദ്ധിമുട്ടോടുകൂടി കണ്ടിരുന്ന ഒരു ജോലിയാണ് ഞാൻ ചെയ്തിരുന്നത് എന്ന് പറയാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു മടിയും ഉണ്ടായിരുന്നില്ല എന്നതുകൂടി നമ്മൾ ഇതുകൊണ്ടുകൂടി മനസ്സിലാക്കണം. അപ്പോൾ ഏത് ജോലിക്കും അതിൻ്റെതായ മഹത്വമുണ്ട് എന്നുള്ളത് നമുക്ക് ഗാന്ധിജി പഠിപ്പിക്കുന്നതിന് മുമ്പ് 1400 വർഷങ്ങൾക്ക് മുൻപ് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിട്ടുമുണ്ട്, ചെയ്ത് കാണിച്ചിട്ടുമുണ്ട്. അപ്പോൾ ജീവിതത്തിൽ ഇത് പറയാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു മടി ഉണ്ടായിരുന്നില്ല എന്ന് നമ്മളിതോടൊപ്പം ചേർത്ത് വായിക്കണം. അപ്പോൾ മൂസ അലൈഹി സ്വലാമിനെ അയക്കുമ്പോൾ അദ്ദേഹം ആട്ടിടയനായിരുന്നു, ദാവൂദ് അലൈഹി സ്വലാം ആട്ടിടയനായിരുന്നു എന്നുള്ളതെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഞാൻ അജിയാദിൽ ഇതുപോലെ ആടുകളെ മേയിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആടുകളെ മേയ്ക്കുന്ന ഈ ജോലിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ഈ ഒരു ജോലിയുമായി ബന്ധപ്പെടുത്തിയത് എന്ന് പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്ന ചില 1, 2, 3 കാരണങ്ങൾ എന്നുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒന്നാമത്തെ കാര്യം, ആടുകളെ മേയിച്ചിട്ട് ചെയ്യുന്ന ആട്ടിടേൻ്റെ ജോലി എന്നുള്ളത് ആടുകളെ മേയിച്ചുകൊണ്ട് നഗരത്തിൽ നിന്നും പുറത്തേക്ക് പോയി കുറേ സമയം അവിടെ ഒറ്റയ്ക്ക് ചിലവഴിക്കണം. ഇപ്പോൾ വീട്ടിലൊക്കെ മൃഗങ്ങളെ വളർത്തുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ അവർക്ക് പുല്ല് കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പോകുന്ന സ്ഥലങ്ങൾ സാധാരണ ആളുകൾ കൂടുന്ന സ്ഥലങ്ങളല്ല. അപ്പോൾ അവിടെ പോയിട്ട് മൃഗങ്ങളെ കൂടെ ഒറ്റയ്ക്ക് കുറേ സമയം ജീവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഇത് വരുന്നുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കാനും ഒറ്റയ്ക്ക് ചിന്തിക്കാനും, അതായത് ഈ മക്ക മുശ്രിക്കുകളുടെ ഇടയിൽ നിന്ന് മാറി നിന്ന് ഒറ്റയ്ക്ക് ചിന്തിച്ചിരിക്കാനുള്ള ഒരു സാഹചര്യം ആവശ്യമായിരുന്നു എന്നുള്ളത്
നമുക്ക് ഈ ചരിത്രം പരിശോധിക്കുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ ഹിറാ ഗുഹയിലും അദ്ദേഹം ഒറ്റയ്ക്ക് പോയി ഇരിക്കുന്ന, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സ്മരിക്കുന്ന ചില സന്ദർഭങ്ങൾ നമ്മൾ കാണുമല്ലോ, ഇനി ചരിത്രത്തിൽ വരാനിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒറ്റയ്ക്ക് ഇരിക്കാനും അതുവഴി ആത്മീയ ചിന്തകളും അതുപോലെ ഒറ്റയ്ക്ക് ഇരുന്ന് കാര്യങ്ങളെ പറ്റിയിട്ട് കോൺടെംപ്ലേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ ഒരു സാഹചര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരുക്കി നൽകുകയായിരുന്നു എന്ന് പണ്ഡിതന്മാർ പറയുന്നത് കാണാൻ പറ്റും. രണ്ടാമത്തെ കാര്യം എന്നുള്ളത്, ഈ ഒരു ആടുകളെ മേയ്ക്കുന്നതോടുകൂടി അതിൽ നിന്ന് ചില ലീഡർഷിപ്പ് ക്വാളിറ്റീസ് കിട്ടാൻ വേണ്ടിയിട്ടുണ്ട്. ഇപ്പോൾ മൃഗങ്ങളെ വളർത്തുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും, ഓരോ മൃഗത്തിനും ഓരോ സ്വഭാവമായിരിക്കും. ആ കൂട്ടത്തിലുള്ള ആടുകൾക്ക്, ഇപ്പോൾ ആടുകളെ മേയ്ക്കുന്ന ആളുകളോട് നമുക്ക് ചോദിക്കാം, അല്ലെങ്കിൽ അതുപോലത്തെ കന്നുകാലികളെ മേയ്ക്കുന്ന ആളുകളും അവരെ വളർത്തുന്ന ആളുകളോട് ചോദിച്ചാൽ മനസ്സിലാവും. ഓരോ ആടിനും ഓരോ സ്വഭാവം ഉണ്ടാവും. അപ്പോൾ അവരോരോ ഓരോ മൃഗത്തിനും ഓരോ പേര് വരെ ഇടുന്ന ചില കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് അറിയുന്ന ആൾ, അപ്പോൾ ഈ എല്ലാ സ്വഭാവത്തിലുള്ള ഈ ആടുകളെയും എല്ലാവരെയും ഒരുമിച്ച് മേയിച്ച് കൊണ്ട് നടക്കുക എന്നുള്ളത്, അത് സ്വാഭാവികമായിട്ടും അതിലൂടെ അത് ചെയ്യുന്നതിലൂടെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി കിട്ടാനുണ്ട് എന്നുള്ളത് പണ്ഡിതന്മാർ അതിൻ്റെ കൂടെ ചർച്ച ചെയ്യുന്നുണ്ട്. അടുത്തൊരു കാരണം എന്നുള്ളത്, ഇപ്പോൾ ആടുകളെ മേയ്ക്കുന്നതിലൂടെ രണ്ട് ക്വാളിറ്റീസ് അതിനോടൊപ്പം വരുന്നുണ്ട്. ഒന്ന്, സ്വന്തം വളർത്തുന്ന ആടുകളോട് അല്ലെങ്കിൽ മൃഗങ്ങളോട് ഒരു സ്നേഹവും ഒരു കരുണയും വരുന്നു. അതോടൊപ്പം തന്നെ ഈ മൃഗങ്ങളെ ആക്രമിക്കാൻ വരുന്ന ശത്രുക്കളുടെ മുന്നിൽ വളരെ സധൈര്യം അതിനെ നേരിടാനുള്ള ആ ഒരു ക്വാളിറ്റി കൂടി ഇതിൽ ഓട്ടോമാറ്റിക്കലി ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടതുണ്ട് എന്നുള്ളത് പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ക്വാളിറ്റീസ് എല്ലാം മനുഷ്യന്മാരുടെ ലീഡറായി വരുമ്പോൾ, മനുഷ്യന്മാരെ മേച്ച് നടക്കുന്ന അവസ്ഥയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോൾ ഈ പറയുന്ന എല്ലാ ഗുണങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉപയോഗത്തിൽപ്പെടും, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അത് കാണിക്കാൻ പറ്റും എന്നുള്ളത് പണ്ഡിതന്മാർ അതിൻ്റെ കൂടെ ചർച്ച ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മാത്രമല്ല, ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരം കാര്യങ്ങൾ കൂടെ കടന്നു പോകുന്നത് കൊണ്ടായിരിക്കാം മൃഗങ്ങളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പ്രത്യേക ഒരു സ്നേഹം. ഇപ്പോൾ ആനിമൽ റൈറ്റ്സ് എന്ന് പറയുന്ന ഒരു പ്രത്യേക ടോപ്പിക്ക് തന്നെ ഇസ്ലാമിൽ ചർച്ച ചെയ്യപ്പെടുന്നതാണ്. ഇപ്പോൾ മൃഗങ്ങളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചിരുന്ന കരുണ, ഇപ്പോൾ ഒട്ടകം, ഒരു സന്ദർഭത്തിൽ ഒരു ഒട്ടകം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് ആ ഒട്ടകം അതിൻ്റെതായ രീതിയിൽ കരയുന്ന രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്തൊക്കെയോ ശബ്ദം ഉണ്ടാക്കുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഒട്ടകത്തിൻ്റെ തലയിൽ തടവിക്കൊണ്ട് അദ്ദേഹം പറയാണ്, ഈ ഒട്ടകത്തിൻ്റെ യജമാനൻ ആരാണ് എന്ന് വിളിപ്പിക്കുകയാണ്. എന്നിട്ട് പറയാണ്, ഈ ഒട്ടകം എന്നോട് പരാതിപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ ആ ഒട്ടകത്തെ കൊണ്ട് അമിതമായി ജോലി ചെയ്യിപ്പിക്കുന്നു, അതിന് വേണ്ട രീതിയിൽ ഭക്ഷണം കൊടുക്കുന്നില്ല, അതിനെ നിങ്ങൾ മർദ്ദിക്കുന്നു എന്ന് ഈ ഒട്ടകം എന്നോട് പരാതി പറയാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ മനുഷ്യനോട് പറയാണ്, ഈ യജമാനനോട് പറയാണ്, നിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഈ മൃഗത്തെ തൊട്ട് നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിച്ചോളൂ എന്നുള്ളത് പറഞ്ഞിട്ട് ഒരു വാർണിംഗ് കൊടുക്കുകയാണ്. അപ്പോൾ ഈ രീതിയിൽ മൃഗങ്ങളോടുള്ള സ്നേഹം, അപ്പം ഇത്തരം ഒരുപാട് സന്ദർഭങ്ങൾ, അല്ലെങ്കിൽ മൃഗങ്ങളോട് എങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്നേഹത്തോടെയും കരുണയോടും കൂടി പെരുമാറിയത് എന്നുള്ളത് ചരിത്രത്തിൽ ഒരുപാട് സന്ദർഭങ്ങൾ നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏതൊരു ജോലി ചെയ്യുന്നതിലൂടെ സ്വന്തമായി അധ്വാനിച്ച് ഉണ്ടാക്കുന്ന പണം കൊണ്ട് ജീവിക്കാനാണ് ഇന്ന് അതാണ് ഏറ്റവും നല്ല പണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ക്ലിയർ ആയിട്ട് ഹദീസിൽ തന്നെ പറയുന്നുണ്ട്. അതായത് സ്വന്തം കൈകൾ കൊണ്ട് അധ്വാനിച്ച് നേടുന്ന പണം കൊണ്ട് അതാണ് ഏറ്റവും നല്ല പണം, അതാണ് ഏറ്റവും തയ്യിബായിട്ടുള്ള സമ്പാദ്യം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഇപ്പോൾ ദാവൂദ് അലൈഹിസ്സലാം അയൺ സ്മിത്ത് ആയിരുന്നു, അതേപോലെ കാർപ്പൻറ്ററിൻ്റെ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതോടൊപ്പം ചേർത്ത് പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് കാണാൻ പറ്റും. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച അന്ന് മുതൽ അനാഥത്വവും അതേപോലെ സ്വന്തമായിട്ടുള്ള മറ്റുള്ളവരുടെ ഇൻഫ്ലുവൻസ്, അല്ലെങ്കിൽ മറ്റുള്ളവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പാമ്പർ ചെയ്തിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തെ സംരക്ഷിച്ചിട്ടോ ഒരുപാടൊന്നും മുന്നോട്ട്, അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടുതലും ഒറ്റയ്ക്ക് തന്നെയായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം പരിശോധിക്കുമ്പോൾ ഒറ്റയ്ക്ക് തന്നെയായിരുന്നു. ഇപ്പോൾ സൂറത്തു ദുഹ എന്ന് പറയുന്ന സൂറത്തിൻ്റെ തഫ്സീറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, നിന്നെ ഞാനാണ് സംരക്ഷിച്ചത്. അല്ലെങ്കിൽ ജനിച്ച അന്ന് മുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സാക്ഷാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നേരിട്ടുള്ള സംരക്ഷണത്തിലായിരുന്നു എന്നുള്ളത് നമുക്ക് അള്ളാഹു തന്നെ അറിയിക്കുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ആ ഒരു യൗവന കാലഘട്ടത്തിൽ നടന്ന ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് ഫിജാർ യുദ്ധം എന്ന് പറയുന്നത്. ഇപ്പോൾ ഫിജാർ യുദ്ധം എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 15-18 വയസ്സ് ആ ഒരു പ്രായത്തിൻ്റെ ആ ഒരു കാലഘട്ടത്തിൻ്റെ ഇടയിൽ നിൽക്കുമ്പോഴാണ് ഈ ഫിജാർ യുദ്ധം നടക്കുന്നത്. അപ്പോൾ കുറച്ച് ക്ലാസ്സുകൾക്ക് മുമ്പ് ഉള്ള ക്ലാസ്സുകൾ നമ്മൾ ഈ ഖുറൈശി ഗോത്രങ്ങളുടെ ഒരു സ്ട്രക്ചർ നമ്മൾ പറയുകയുണ്ടായി. അപ്പോൾ അതിൽ ഖുറൈശി ഗോത്രം കിനാന എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു ഗോത്രത്തിൻ്റെ കീഴിലാണ് ഖുറൈശി ഗോത്രം വരുന്നത്. അപ്പോൾ കിനാന എന്ന് പറയുന്ന വലിയ ട്രൈബിൻ്റെ ഒരു സബ് ട്രൈബാണ് ഖുറൈഷ് എന്നുള്ളത്.
അപ്പോൾ വേറൊരു ബ്രാഞ്ചാണ് ഖൈസ് ഐലാൻ എന്ന് പറയുന്ന വേറൊരു ബ്രാഞ്ച്. അപ്പോൾ കിനാനയിൽ നിന്നുള്ള അല്ലെങ്കിൽ കിനാന അല്ലെങ്കിൽ സാക്ഷാൽ ഖുറൈശി ഗോത്രത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഖുറൈശി ഗോത്രത്തിന്റെ വലിയ ട്രൈബായിട്ടുള്ള കിനാന ഗോത്രത്തിൽപ്പെട്ട ഒരു വ്യക്തി ഹവാസിൻ എന്ന് പറയുന്ന മറ്റൊരു ഗോത്രത്തിൽപ്പെട്ട ഒരു വ്യക്തിയെ ആക്രമിക്കുകയാണ്. ഇത് തികച്ചും ഇസ്ലാമുമായിട്ട് ഒരു ബന്ധമില്ലാത്ത സമയമാണ്, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേവലം 15-18 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു സമയമാണ്. അപ്പോൾ ഈ ഹവാസിൻ ഗോത്രത്തിൽപ്പെട്ട ആള് തിരിച്ചെന്ത് ചെയ്യാണ്, തിരിച്ച് കിനാനൈറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആക്രമിച്ച കിനാനയെ തിരിച്ചാക്രമിക്കാൻ വേണ്ടി ഹവാസിൻ ശ്രമിക്കുമ്പോൾ കിനാനക്കാർ തിരിച്ച് ഓടി രക്ഷപ്പെടുന്നത് ഹറമിലേക്ക് ആണ് എന്നുള്ളത്. ഈ ഹറമിലേക്ക് ഓടി രക്ഷപ്പെടുന്നതിൻ്റെ കാരണം എന്താ? ഹറം അന്ന് മുതലേ ഖുറൈശികൾ കണ്ടിട്ടുള്ളത് ഏറ്റവും പുണ്യപുരാതനമായ സ്ഥലമാണ്. അപ്പോൾ ഹറമിനൊരു പ്രത്യേകത അവർ അന്നേ കണ്ടിട്ടുണ്ട്. ഹറം സുരക്ഷിതമാണ്. ആർക്ക് എന്ത് ചെയ്തിട്ടാണെങ്കിലും ഹറമിൻ്റെ ഉള്ളിൽ ഒരു കാരണവശാലും ആക്രമിക്കപ്പെടില്ല. ഇപ്പോൾ ഇബ്ൻ അബ്ബാസ് തന്നെ പറയുന്നുണ്ട്, സഹാബത്ത് പറയായിരുന്നു, സ്വന്തം ഉപ്പയെ കൊന്ന ആള് തൊട്ടപ്പുറത്ത് നിന്നുകൊണ്ട് തവാഫ് ചെയ്യുന്നത് കാണാൻ പറ്റും, പക്ഷെ എന്നാൽ പോലും അവരെ ഒന്നും തന്നെ ചെയ്യൂല ഹറമിൽ വെച്ചിട്ട്. അതാണ് ഹറമിന്റെ പ്രത്യേകത. അതുകൊണ്ട് അന്നും മക്ക മുശ്രിക്കുകൾ ഹറമിനെ കണ്ടിരുന്നത് ഈ ഒരു രീതിയിലായിരുന്നു. അതായത് ഖുറൈശികൾ കണ്ടിരുന്നത് ഹറമിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഒരാൾ ആക്രമിക്കപ്പെടാൻ പാടില്ല എന്നതായിരുന്നു അന്നത്തെ അലിഖിതമായ എല്ലാവരും അംഗീകരിച്ചിരുന്ന നിയമം. പക്ഷേ ഈ ഹവാസിന്റെ ആളുകൾ ഈ കിനാനികളെ ആക്രമിക്കാൻ വേണ്ടി കിനാനികൾ ഹറമിൽ ഒളിച്ചപ്പോൾ അവർ ആ ഒരു ഹറമിന്റെ പവിത്രത നോക്കാതെ കിനാനികളെ ഹറമിൽ വെച്ച് ആക്രമിക്കുകയുണ്ടായി. ഇതാണ് തുടക്കത്തിൽ ഉണ്ടായിരുന്ന കുറഞ്ഞ ആളുകൾ ഇൻവോൾവ് ആയിരുന്ന ഒരു പ്രശ്നമായിരുന്നു. പക്ഷേ ഈ ഹറമിൽ കയറി ആക്രമിച്ചു എന്ന കാരണം വന്നതോടുകൂടി ഈ പ്രശ്നം വലുതായി. ഇത് രണ്ട് ഗോത്രങ്ങൾ തമ്മിൽ ഒരു വലിയ യുദ്ധത്തിലേക്ക് നയിച്ചു. അപ്പോൾ ഇത് ഒരുപാട് ദിവസങ്ങൾ നീണ്ടു നിന്ന, ചില റിപ്പോർട്ടിൽ മാസങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മാസങ്ങളോളം നീണ്ടു നിന്ന ഒരു പ്രധാനപ്പെട്ട ഒരു യുദ്ധമായിരുന്നു ഫിജാർ യുദ്ധം. അപ്പോൾ ഈ ഫിജാർ യുദ്ധത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ്? അന്ന് ആകെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 15 വയസ്സിന് താഴെ ഉണ്ടാവുള്ളൂ. കാരണം 15 വയസ്സാവുന്നതാണ് അന്ന് യുദ്ധത്തിൽ പങ്കെടുക്കാനുള്ള ഒരു പുരുഷനാവുന്ന അല്ലെങ്കിൽ ആ പ്രായം എന്നുള്ളത് 15 വയസ്സാവണം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, ഞാൻ ഫിജാർ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ അമ്പുകൾ, നിലത്ത് വീഴുന്ന ഈ അമ്പുകൾ എടുത്തിട്ട് അതായത് ശത്രുക്കൾ എയ്യുന്ന അമ്പ്, ഈ അമ്പുകൾ വീഴുന്ന അമ്പുകൾ എടുത്തിട്ട് തൻ്റെ മൂത്താപ്പന്മാരുടെ അടുത്തേക്ക് കൊണ്ടുപോയി കൊടുക്കാറുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ യുദ്ധത്തിൽ പങ്കെടുത്തത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നീട് സഹാബത്തിനോട് വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഈ യുദ്ധത്തിന്റെ സമയത്ത് തന്നെ ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ യുദ്ധത്തിന് വരാത്ത ദിവസം, അല്ലെങ്കിൽ ഇപ്പോൾ ഇത് ഒരുപാട് ദിവസങ്ങളും മാസങ്ങളും നീണ്ടു നിൽക്കുന്ന യുദ്ധമാണല്ലോ. അപ്പോൾ റസൂലുള്ളാഹി ഏതെങ്കിലും ഒരു ദിവസം വന്നിട്ടില്ലായിരുന്നെങ്കിൽ അന്ന് ഖുറൈശികൾക്ക് ബാക്ക്ലാഷ് സംഭവിക്കുന്ന ദിവസമായിരിക്കും, അല്ലെങ്കിൽ ഖുറൈശികൾ അന്ന് പരാജയപ്പെടുന്ന ദിവസമായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് വരുമ്പോൾ ജസ്റ്റ് വന്നാൽ മതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇറങ്ങി അമ്പെയ്യുകയോ അല്ലെങ്കിൽ വാളെടുത്ത് യുദ്ധം ചെയ്യുക അതൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രസൻസ് ഉണ്ടെങ്കിൽ ഖുറൈശികൾ അന്ന് വിജയിക്കുന്ന കക്ഷിയിലായിരിക്കും, വിജയിക്കുന്ന ഭാഗത്തായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് പിന്നീട് റിപ്പോർട്ടുകൾ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിൽ അന്ന് ഖുറൈശികൾ ഈ അമ്പ് എടുത്തു കൊടുക്കുന്നു. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഖുറൈശികൾ ഈ യുദ്ധത്തിൽ വിജയിക്കുകയും അവർ ഈ കിനാനികൾക്ക് ഹവാസിൻ്റെ ആളുകൾക്ക് ബ്ലഡ് മണി കൊടുക്കാൻ തയ്യാറായും കൊണ്ട് ഈ യുദ്ധം അവസാനിപ്പിക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നത് സീറ പരിശോധിക്കുമ്പോൾ. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പങ്കെടുക്കുമ്പോൾ യുദ്ധത്തിൽ ഖുറൈശികൾ വിജയിക്കുന്നു എന്നുള്ളത് ഒരു അത്ഭുതം തന്നെയാണ്. അതോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ യുദ്ധത്തെ പറ്റി വിശദീകരിച്ചിട്ട് പറയുന്നത്, ഞാൻ ഈ യുദ്ധത്തിൽ പങ്കെടുത്തതിൽ ഞാൻ ഖേദിക്കുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ യുദ്ധത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ അതൊരു പ്രശ്നമല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്. അപ്പോൾ ഇതിൽ നിന്ന് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, തീർത്തും ഇസ്ലാമികമായ കാരണങ്ങളൊന്നും ഇല്ലാത്ത യുദ്ധങ്ങൾ, ഇപ്പോൾ ഒരു വളരെ സെക്യുലർ ആയിട്ടുള്ള വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ദീനുമായിട്ടൊരു ബന്ധമില്ലാത്ത യുദ്ധം, ഇപ്പോൾ ഈ യുദ്ധം ദീനുമായിട്ടൊരു ബന്ധമില്ലാത്ത യുദ്ധം, പക്ഷേ രണ്ട് സൈഡിലും നടക്കുന്നുണ്ട്. രണ്ട് സൈഡ്, ഇപ്പോൾ ഫിജാർ എന്ന പേര് തന്നെ തിന്മ എന്നുള്ള രണ്ട് സൈഡിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു ഭാഗത്തായിരുന്നു കൂടുതൽ തെറ്റുകൾ സംഭവിച്ചത്. പക്ഷേ ഏതായിരുന്നാലും ശരി ഈ യുദ്ധത്തിന് ഇസ്ലാമുമായിട്ടൊരു ബന്ധമില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു യുദ്ധത്തിൽ പങ്കെടുത്തതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖേദിക്കുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പണ്ഡിതന്മാർ പറയുന്നത് അത്തരത്തിലുള്ള യുദ്ധത്തിൽ പങ്കെടുക്കുന്നതിൽ തെറ്റില്ല. ഇപ്പം നമ്മുടെ രാജ്യത്തിന് വേണ്ടി ചിലപ്പോൾ നമ്മൾ യുദ്ധം ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ യുദ്ധത്തിൽ പങ്കെടുക്കേണ്ടി വരും. അതൊന്നും തികച്ചും ദീനുമായിട്ട് ബന്ധം ഉണ്ടാവണം എന്നില്ല എന്നാണ് പണ്ഡിതന്മാർ ഈ ഒരു സംഭവത്തിൽ നിന്നും നമ്മളെ പഠിപ്പിക്കുന്നത്.
ഇതാണ് പ്രധാനപ്പെട്ട ഒരു ഫിജാർ യുദ്ധം എന്ന് പറയുന്ന, അല്ലെ ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെറുപ്പ കാലഘട്ടത്തിൽ നടന്ന ഒരു പ്രധാനപ്പെട്ട സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലൊന്ന് ഫിജാർ യുദ്ധമാണ്. ഇനി രണ്ടാമതൊരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഹിൽഫുൽ ഫുദൂൽ എന്ന് പറയുന്ന ഒരു 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 കരാർ ഉടമ്പടി. മക്ക മുശ്രിക്കുകളുടെ ഇടയിലുണ്ടായിരുന്ന ഒരു കരാർ ഉടമ്പടിയെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ 20ാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ 20 വയസ്സ് കഴിഞ്ഞതിന് ശേഷം നടക്കുന്ന ഒരു സംഭവമായിരുന്നു ഈ ഹിൽഫുൽ ഫുദൂൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സുബൈദ് എന്ന് പറയുന്ന ഒരു യമനി ഗോത്രത്തിൽപ്പെട്ട ഒരു വ്യക്തി ഈ ആസ് ഇബ്നു വായിൽ എന്ന് പറയുന്ന അന്നത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ഖുറൈശി ആയിട്ടുള്ള ഒരു നേതാവിന്, ആസ് ഇബ്നു വായിൽ എന്ന് പറയുന്നത് അംർ ഇബ്നു ആസിന്റെ ഉപ്പയാണ്. അന്ന് മക്ക മുശ്രിക്കുകളിലെ പ്രധാനികളിൽ, അതായത് പ്രായമായിട്ടുള്ള അല്ലെങ്കിൽ അന്നത്തെ ഭരണാധികാരികൾ എന്ന് പറയാവുന്ന ചില ആളുകളിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട പ്രമുഖനായ വ്യക്തിയാണ് ആസ് ഇബ്നു വായിൽ. അപ്പോൾ ഈ ആസ് ഇബ്നു വായിലിന് സുബൈദ് എന്ന് പറയുന്ന ഗോത്രത്തിൽ പെട്ട ഒരു വ്യക്തി, ഒരു യമനി ഗോത്രത്തിൽപ്പെട്ട, അതായത് മക്കയിൽപ്പെട്ട ഒരാളല്ല, പുറത്തു നിന്നുള്ള ഒരാളാണ്. അയാൾക്ക് പ്രത്യേകിച്ച് മക്കയിൽ ഒരു ആളുകളോ സംരക്ഷണമോ ഒന്നുമില്ല. പക്ഷെ അയാൾ ആസ് ഇബ്നു വായിലിന് ഒരു ചരക്ക് വിൽക്കുകയാണ്. ഒരു ചരക്ക് വിറ്റപ്പോൾ ആസ് ഇബ്നു വായിൽ പറഞ്ഞത്, നിങ്ങൾ ഹജ്ജിൻ്റെ സമയത്ത് അവിടെ ഉണ്ടാവുമല്ലോ, ഹജ്ജ് കഴിഞ്ഞ് നിങ്ങൾ യമനിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പണം തരാം എന്ന് പറയുകയാണ്. അപ്പോൾ ഇതേപോലെ ആസ് ഇബ്നു വായിലിൻ്റെ അടുത്ത് ഹജ്ജിന് ശേഷം ഇയാൾ പണത്തിന് വേണ്ടി ചെല്ലുകയാണ്. അയാൾ പണം നൽകുന്നില്ല. അയാൾ നാളെ വരാൻ പറയുന്നു, പിന്നീട് നാളെ വരാൻ പറയുന്നു. അപ്പോൾ അയാൾക്ക് മനസ്സിലായി അയാൾ പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അയാൾ ഖുറൈശി ഗോത്രത്തിൽപ്പെട്ട ഒരുപാട് ആളുകളുടെ അടുത്തേക്ക് സഹായം ചോദിച്ച് ചെല്ലുന്നുണ്ട്. അപ്പോൾ ഈ സഹായം ചോദിച്ച് ചെല്ലുന്ന ആളുകൾ ആരും തന്നെ അദ്ദേഹത്തെ സഹായിക്കാൻ തയ്യാറാവുന്നില്ല. കാരണം ആസ് ഇബ്നു വായിൽ ആ നാട്ടിലെ പ്രമുഖനായ ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം വളരെ മനോവിഷമത്തോട് കൂടിയിട്ട് കഅബയുടെ അടുത്ത് ചെന്നുകൊണ്ട് അദ്ദേഹം ഒരു കവിത ചൊല്ലുകയാണ്. അപ്പോൾ ഈ കവിത ആളുകൾ അല്ലെങ്കിൽ മക്ക മുശ്രിക്കുകൾ അല്ലെങ്കിൽ ഖുറൈശികൾ എല്ലാവരും കേട്ടിരിക്കെ ഫിഹറിൻ്റെ കുടുംബമേ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം ഉറക്കെ ചൊല്ലുകയാണ്. അപ്പോൾ അന്നത്തെ ആളുകളുടെ ഒരു കവിത എന്ന് പറയുന്നത് അന്നത്തെ ആളുകളുടെ ഇപ്പം ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം പോലത്തെ ഒരു സംഭവമാണ് അന്ന് കവിത ചൊല്ലുക എന്നുള്ളത്. കഅബയുടെ അടുത്ത് ചെന്ന് കവിത ചൊല്ലുക എന്നുള്ളത് ആളുകളുടെ അടുത്തേക്ക് എന്തോ ഒരു മെസ്സേജ് എത്തിക്കാനുള്ള ഒരു മാർഗമായിരുന്നു, കഅബയുടെ അടുത്തെത്തിയിട്ട് ഒരു കവിത ചൊല്ലുക എന്നുള്ളത്. അപ്പോൾ കഅബയുടെ അടുത്തെത്തി കൊണ്ട് അദ്ദേഹം കവിത രൂപത്തിൽ ചൊല്ലുകയാണ്, ഫിഹർ എൻ്റെ കുടുംബമേ, ഞാൻ വേറൊരു നാട്ടിൽ വന്നിട്ട് എന്നോട് അക്രമം പ്രവർത്തിക്കപ്പെട്ടിരിക്കുന്നു. എൻ്റെ നാട്ടിൽ നിന്നും ഒരുപാട് ദൂരെ ഉള്ള ഒരു സ്ഥലത്ത് ഞാൻ ഇപ്പോഴും ഇഹ്റാമിലാണുള്ളത്. ഇവിടുത്തെ ആണുങ്ങൾ എവിടെ എന്ന് പറഞ്ഞുകൊണ്ട് അഭിസംബോധന ചെയ്തുകൊണ്ട് പറയാണ്, ഈ ഹറം എന്ന് പറയുന്നത് സത്യസന്ധന്മാർക്ക് അവകാശപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലമാണ്, ഒരു പവിത്രമായ സ്ഥലമാണ്. ഇതെങ്ങനെയാണ് ഖുറൈശികളുടെ അടുത്തേക്ക് വന്നത് എന്ന് എനിക്ക് അത്ഭുതം തോന്നുന്നു എന്നുള്ള രീതിയിൽ ഖുറൈശികൾക്ക് വളരെ മനപ്രയാസം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു കവിത വളരെ വേദനയോട് കൂടിയിട്ട് ഈ വ്യക്തി ഓതുകയാണ്. ഇത് കേട്ടതോട് കൂടിയിട്ട് ഖുറൈശിയിലുള്ള പ്രധാനപ്പെട്ട ചില വ്യക്തികൾക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല, ഇതിൽ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുത്തേ പറ്റൂ എന്ന് തോന്നുമ്പോൾ സുബൈർ ബിൻ അബ്ദുൽ മുത്തലിബ്, അന്ന് അബ്ദുൽ മുത്തലിബിൻ്റെ മകൻ സുബൈർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു മൂത്താപ്പ, അദ്ദേഹം അന്നത്തെ സീനിയർ ആയിട്ടുള്ള പല ആളുകളെയും ഒരുമിച്ച് കൂട്ടിയിട്ട് അബ്ദുല്ലാ ഇബ്നു ജുദാൻ എന്ന് പറയുന്ന ഒരു പ്രമുഖനായ ഒരു വ്യക്തി, വളരെ ഒരുപാട് ദാനം ഒക്കെ ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു അബ്ദുല്ലാ ഇബ്നു ജുദാൻ. അത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഒരു അകന്ന കുടുംബവും കൂടിയാണ് ഈ അബ്ദുല്ലാ ഇബ്നു ജുദാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് ലഭിക്കുന്നതിന് മുമ്പ് തന്നെ മരണപ്പെട്ട വ്യക്തി കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ചിട്ട് ഇവർ ഒരുമിച്ച് കൂടുകയും ഇവർ ഒരു ഉടമ്പടി ഉണ്ടാക്കുകയാണ്, ഒരു കരാർ ഉടമ്പടി ഉണ്ടാക്കുകയാണ്. അപ്പോൾ എന്താണ് ആ കരാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മം എന്ന് പറയുന്നത്, ആരെങ്കിലും ആക്രമിക്കപ്പെട്ടാൽ നമ്മൾ ആക്രമിക്കപ്പെട്ട ആളുടെ കൂടെ നിൽക്കും, അതിന് നമ്മൾ ഗോത്രം നോക്കില്ല. ഇനി ആക്രമിച്ച ആൾ ഖുറൈശ് ഗോത്രത്തിൽപ്പെട്ട ആളാണെങ്കിൽ പോലും നമ്മൾ ആക്രമിക്കപ്പെട്ട ആളുകളുടെ കൂടെയായിരിക്കും നിൽക്കുക എന്നതാണ് ഈ കരാറിൻ്റെ പ്രധാനപ്പെട്ട മർമ്മം എന്നുള്ളത്. അപ്പോൾ ഈ കരാർ ഉണ്ടാക്കുകയും ഈ പ്രധാനപ്പെട്ട ഖുറൈശിയിൽപ്പെട്ട ഈ ഗോത്രത്തിലെ പ്രധാനപ്പെട്ട ആളുകൾ പോയിട്ട് ഇത് പബ്ലിക്കായിട്ട് അനൗൺസ് ചെയ്യണം. എന്നിട്ട് ഒരു ഡോക്യുമെൻ്റ്, ഇതിന് വേണ്ടിയിട്ട് ഒരു ഡോക്യുമെൻ്റ് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ അന്ന് എഴുത്തും ഇതൊന്നുമില്ല. അപ്പോൾ ഈ പെർഫ്യൂമിൽ, അതായത് സുഗന്ധത്തിൽ കൈകൾ മുക്കിക്കൊണ്ട് ആ കൈ അതുപോലെ ആ ഡോക്യുമെൻറ്റിന് മുന്നിൽ പേസ്റ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു അന്നത്തെ ഒരു രീതി. അപ്പോൾ അവരത് ചെയ്തിട്ട് ഇത് കഅബയുടെ അടുത്ത് കൊണ്ടുപോയിട്ട് തൂക്കുകയാണ്. അപ്പോൾ ഈ ഒരു കരാർ, അതായത് ഈ കരാറിന് ചരിത്രത്തിൽ ഹിൽഫുൽ ഫുദൂൽ എന്നും ഹിൽഫുൽ മുത്തയ്യിബീൻ എന്നും പേരുണ്ട്, 2 പേരുമുണ്ട്. അപ്പോൾ എന്താ ഈ പേരുകൾക്കുള്ള കാരണം എന്നുള്ളത്, മുത്തയ്യിബീൻ എന്നുള്ളതിൻ്റെ അർത്ഥം, തയ്യിബ് എന്നുള്ളത് പെർഫ്യൂമിന് പറയുന്ന പേരാണ്. അപ്പോൾ പെർഫ്യൂമിൽ മുക്കിയിട്ട്, കൈകൾ മുക്കിയിട്ട് ഈ ഡോക്യുമെൻറ്റിൽ പേസ്റ്റ് ചെയ്തതുകൊണ്ടാണ് ഒരു പേര് വരാൻ കാരണം ഹിൽഫുൽ മുത്തയ്യിബീൻ എന്നുള്ളത്.
മറ്റൊരു പേര് ഹിൽഫുൽ ഫുദൂൽ എന്നാണ്. ഫുദൂൽ എന്ന് പറഞ്ഞാൽ, ഫുദൂലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യമില്ലാത്ത, നമുക്കൊരു ഉപകാരമില്ലാത്ത, നമുക്കൊരു വേസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്നുള്ള. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു കരാർ ഉണ്ടാക്കിയ സമയത്ത് ആസിബിന് വായിൽ പറഞ്ഞൊരു ഒരു കമൻ്റാണ്, എന്തിനാണ് ഇവർ ഫുദൂലി ആയിട്ടുള്ള, അതായത് അവർക്കൊരു ഉപകാരമില്ലാത്തൊരു കാര്യം എന്തിനാണ്, ഒരു കാര്യത്തിൽ എന്തിനാണ് അവർ ഇൻവോൾവ് ആയത് എന്നുള്ള രീതിയിൽ ആസിബിന് വായിൽ ഒരു കമൻറ്റ് പറയുകയാണ്. അതായത് അവർക്കൊരു ഉപകാരമില്ല. കാരണം ഈ മനുഷ്യൻ യമനിൽ നിന്നുള്ള ഒരാളാണ്. ഈ മനുഷ്യനെ പറ്റിച്ച് എന്ന് കരുതിയിട്ട് അവർക്ക് പ്രത്യേകിച്ച് ദുനിയാവിലൊരു നഷ്ടമില്ല. പക്ഷേ എന്നാൽ പോലും ആസിബിന് വായിലെ ചിന്ത അതാണ്. അതായത് ഒരു ഉപകാരമില്ലാത്ത, അതായത് പറ്റിച്ചാൽ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരാളെ സഹായിക്കാൻ വേണ്ടി ഇത്രയും വലിയൊരു കരാർ ഉണ്ടാക്കേണ്ട, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സ്റ്റെപ്പ്, ഇത്രയും ആളുകൾ ഇതിൽ ഇൻവോൾവ് ആവേണ്ട ആവശ്യം എന്തായിരുന്നു എന്നുള്ള രീതിയിലാണ്. ഇതൊരു ഫുദൂലിയായ കാരണമാണ്, ഇതൊരു ഉപകാരമില്ലാത്ത കാര്യത്തിൽ ഇടപെട്ടു എന്നുള്ള രീതിയിൽ ആസിബിന് വായിൽ പറഞ്ഞത് ഇതിന് ഹിൽഫുൽ ഫുദൂൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് ഹിൽഫുൽ ഫുദൂൽ എന്ന് പറയുന്ന ഒരു പേര് കൂടി ഇതിന് വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് അറബുകളുടെ ഇടയിൽ ഇതുപോലൊരു ഉടമ്പടി, അല്ലെങ്കിൽ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര ധാരണയോട് കൂടിയിട്ട് ഉണ്ടാക്കപ്പെട്ട ഒരു ഉടമ്പടി രൂപീകരിക്കുന്നത്. ആദ്യമായിട്ടാണ്. അറബുകൾക്ക് കേട്ട് പരിചയം പോലും ഇല്ലാത്തൊരു സംഭവമാണ് ഈ സംഗതി. അപ്പോൾ എന്നിട്ട് ഇദ്ദേഹത്തിന് കിട്ടാനുള്ള അവകാശം തിരിച്ച് നൽകപ്പെടുന്നുമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രസക്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കരാർ കാണുമ്പോൾ അദ്ദേഹത്തിന് 20-ാമത്തെ വയസ്സിലാണ്. അപ്പോൾ 20-ാമത്തെ വയസ്സിൽ അദ്ദേഹം നബി അല്ല, പ്രവാചകനല്ല, ഒന്നുമല്ല. പിന്നീട് നുബുവത്ത് ലഭിച്ച് സഹാബത്തിനോട് ഈ കഥ പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ഞാൻ അബ്ദുല്ലാഹി ഇബ്നു ജുദാന്റെ വീട്ടിൽ നിന്നും, അബ്ദുല്ലാഹി ഇബ്നു ജുദാന്റെ വീട്ടിൽ കരാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഖുറൈശി ഗോത്രത്തിൽപ്പെട്ട പ്രമുഖർ, പ്രമാണിമാർ ഒരുമിച്ച് കൂടുമ്പോൾ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടേക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ഇതോട് ചേർത്ത് വായിക്കേണ്ട ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്. അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകെ 20 വയസ്സൊക്കെ കാര്യമായിട്ടുള്ളൂ. അപ്പോൾ അന്ന് ആ നാട്ടിൽ അത്രയും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നിട്ട് പോലും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ വീട്ടിൽ കരാർ ഉണ്ടാക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, അബ്ദുല്ലാഹി ബിൻ ജുദാന്റെ വീട്ടിൽ വെച്ചിട്ട് ഞാനൊരു കരാർ രൂപീകരിക്കുന്നതിന് സാക്ഷിയായി. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഇന്ന് ആ അതേ കരാർ ഇസ്ലാമിൽ ഞാൻ അത് ഉയർത്തിപ്പിടിക്കണം എന്ന് അവർ ആവശ്യപ്പെടുകയാണെങ്കിൽ ഞാനത് ചെയ്യുമെന്നുള്ളത്. അതായത് ഇസ്ലാം വരുന്നതിന് മുമ്പ്, ദീന് വരുന്നതിന് മുമ്പ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നുബുവത്ത് ലഭിക്കുന്നതിന് മുൻപ് ഉണ്ടാക്കപ്പെട്ട ഒരു കരാർ, ആ കരാർ ഇസ്ലാമുമായിട്ടൊരു ബന്ധമില്ലാത്ത കരാർ, അത് ഇസ്ലാമിൽ അപ്ഹോൾഡ് ചെയ്യും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ എന്താണ് ആ കരാറിൻ്റെ മർമ്മം, എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറയാനുള്ള കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ കരാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മം എന്നുള്ളത് ആക്രമിക്കപ്പെട്ട ആളുകളുടെ കൂടെ നമ്മൾ നിൽക്കും. അത് ഇനി ആ ആക്രമിക്കപ്പെട്ട ആൾ ഏത് താഴ്ന്ന ഗോത്രത്തിൽപ്പെട്ട ആളും, ആക്രമിച്ച ആൾ എത്ര ഉയർന്ന ഗോത്രത്തിൽപ്പെട്ട ആളാണെങ്കിലും, അതായത് ആർക്കും ആവശ്യമില്ലാത്ത, ആരാരും ശ്രദ്ധിക്കപ്പെടാത്ത യമനിൽപ്പെട്ട ഏതോ ഒരു വ്യക്തിയെ സാക്ഷാൽ ഖുറൈശി ഗോത്രത്തിൽപ്പെട്ട ഏറ്റവും പ്രമുഖനായ വ്യക്തി ആക്രമിച്ചാൽ പോലും നമ്മൾ ഖുറൈശിയുടെ കൂടെ നിൽക്കൂല, നമ്മൾ ആ സാധാരണക്കാരായ വ്യക്തിയുടെ കൂടെ നിൽക്കും എന്നുള്ളത് ആണ് ഈ കരാറിൻ്റെ മർമ്മം. അതാണ് ആ കരാറിൻ്റെ പ്രത്യേകത എന്നുള്ളത്. ഈ കരാറാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിൽ അദ്ദേഹം അത് നിലനിർത്തുമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സമൂഹത്തിലുണ്ടാവുന്ന പ്രശ്നങ്ങളിൽ എപ്പോഴും ഇൻവോൾവ്ഡ് ആയിരുന്നു എന്നുള്ളതാണ്. സമൂഹത്തിലുണ്ടാവുന്ന, അപ്പോൾ അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ സംഭവങ്ങൾ, ഫിജാർ യുദ്ധമായിക്കോട്ടെ, അല്ലെങ്കിൽ ഹിൽഫുൽ ഫുദൂൽ, ഇപ്പോൾ ആ കരാർ ഉണ്ടാക്കുന്നതും കരാർ രൂപീകരിക്കുന്നതും, ഈ കഅബ പുനർനിർമ്മിക്കുന്ന ചരിത്രം നമ്മൾ തൊട്ടുടനെ പറയും. ആ ചരിത്രം പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിലും അതിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വ്യക്തമായ റോളുണ്ട്. അതേപോലെ തന്നെ ഇത്തരം കാര്യങ്ങളിലെല്ലാം. അപ്പോൾ ഇങ്ങനെ നാട്ടിൽ സാമൂഹികമായി നടക്കുന്ന കാര്യങ്ങളിൽ വളരെ ആക്റ്റീവായി ഇൻവോൾവ് ആവണം, അല്ലെങ്കിൽ അതിലെല്ലാം നമുക്ക് കൃത്യമായി കൈയുണ്ടാവണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ സമൂഹത്തിൽ നിന്ന് വിട്ടുപോയി മാറി നിന്ന് നമ്മൾ നമ്മുടെ ഇബാദാത്തും, അല്ലെങ്കിൽ ദീന് വരുന്നതോട് കൂടിയിട്ട് നമുക്ക് ഇബാദാത്തുകളുടെ സ്ട്രക്ചറും കാര്യങ്ങളും എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ള ഹലാലും ഹറാമും ഒക്കെ വരുമ്പോൾ അതെല്ലാം കെട്ടിപ്പറക്കിയിട്ട് സമൂഹത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് നമ്മൾ ഒറ്റയ്ക്ക് എങ്ങനെയെങ്കിലും ഒരു സന്യാസി രൂപത്തിൽ ജീവിക്കുന്ന മതമല്ല ഇസ്ലാം നമ്മളോട് ആവശ്യപ്പെടുന്നത്. മറിച്ച് ഈ ദീൻ ഉണ്ടായിരിക്കെ തന്നെ സമൂഹത്തിലെ എല്ലാ പ്രധാനപ്പെട്ട ഏത് കാര്യങ്ങളിലും, അല്ലെങ്കിൽ ജനങ്ങളുടെ ഏതൊരു വിഷയത്തിലും ആക്റ്റീവായി ഇടപെടുന്നത്. അപ്പോൾ ദഅവ എന്ന് പറയുന്നത് വെറും സംസാരം കൊണ്ടും നാവ് കൊണ്ടും സംഭവിക്കുന്ന കാര്യം മാത്രമല്ല, മറിച്ച് നമ്മുടെ പ്രവൃത്തി കൊണ്ടും നമ്മൾ പഠിച്ച ഈ കാര്യം, അല്ലെങ്കിൽ ദീന് നമ്മളെ പഠിപ്പിക്കുന്ന ഈ വാല്യൂസ്, ഈ സത്യസന്ധതയും ഈ നീതിബോധവും നമ്മൾ സമൂഹത്തിൽ നമ്മൾ അതിൻ്റെ റെപ്ലിക്കായിട്ട് മാറണം. നമ്മൾ
സമൂഹത്തിൽ നമ്മളെ കണ്ടാൽ മനസ്സിലാണ്. അപ്പോൾ സമൂഹത്തിൽ നമ്മൾ ആക്റ്റീവായി ഇടപെടുമ്പോൾ സ്വാഭാവികമായിട്ടും രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇത് എന്തുകൊണ്ടാണ് നമ്മൾ ഈ നീതിബോധത്തിന് വേണ്ടി നിലനിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ഉത്തരം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രീതി ലഭിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്. പക്ഷേ അത് നമ്മുടെ നിയ്യത്താണ്. പക്ഷെ നമ്മുടെ ആക്ഷനിൽ നമ്മുടെ എന്തൊക്കെ സംഭവിച്ചാലും ആ നാട്ടിലുള്ള ഏറ്റവും നമ്മൾ ജീവിക്കുന്ന നാട്ടിലെ ഏതൊരു പ്രശ്നത്തിലും നമ്മൾ ഇടപെടണം. നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങളായിക്കോട്ടെ, ഏതൊരു കാര്യത്തിലും നീതിയുടെ കൂടെ നിൽക്കാനും ഏത് പ്രശ്നത്തിലും ക്രിയാത്മകമായി ഇടപെടാനും ഒരു മുസ്ലിം ആയിട്ടുള്ള നമ്മൾ ശ്രമിക്കണം എന്നുള്ളത് കൂടി ഈ ഒരു ചരിത്രത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ പറ്റും. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് കൃത്യമായി നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് കൊണ്ട് തന്നെ. അപ്പോൾ പ്രധാനമായിട്ടും ഈ രണ്ട് സംഭവങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെറുപ്പകാലഘട്ടത്തിൽ നടന്ന ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള സംഭവം. അപ്പോൾ ഇനി നുബുവത്ത് ലഭിക്കുന്നതിന് മുൻപ് നമുക്ക് ഒന്ന് രണ്ട് സംഭവങ്ങൾ, പ്രധാനമായിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖദീജ ബീവിയുമായിട്ടുള്ള വിവാഹവും കഅബയുടെ പുനർനിർമ്മാണവും അതേപോലെ സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ചരിത്രം കൂടി നമ്മൾ വിശദീകരിക്കേണ്ടതുണ്ട്. ഇങ്ങനെ ഒരു 2-3 പ്രധാനപ്പെട്ട സംഭവങ്ങൾ മാത്രമാണ് നമുക്ക് നുബുവത്ത് ലഭിക്കുന്നതിന് മുൻപുള്ള ചരിത്രത്തിൽ നമുക്ക് വിശദീകരിക്കാനുള്ളത്. അപ്പം നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ അല്ലെങ്കിൽ അറബ് ഗോത്രത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ വംശം മുതൽ നമ്മൾ അന്നത്തെ അറബികളുടെ അവസ്ഥ മുതൽ ഇങ്ങോട്ട് പറഞ്ഞു തുടങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതിന് മുമ്പുള്ള അറേബ്യ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം പറഞ്ഞു, ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യൗവനം പറഞ്ഞു. ഇനി യൗവനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് ലഭിക്കുന്നതിന് മുൻപുള്ള 2-3 പ്രധാനപ്പെട്ട സംഭവങ്ങളും കൂടി, ഖദീജ ബീവിയുമായിട്ടുള്ള വിവാഹം, ഇങ്ങനത്തെ 2-3 സംഭവങ്ങളും കൂടി പറഞ്ഞു തീർത്തു കഴിഞ്ഞാൽ നമുക്ക് നേരെ വഹീൻ്റെ തുടക്കത്തിലേക്ക് കടക്കാം. പിന്നെ നമ്മൾ വഹീൻ്റെ തുടക്കം മുതൽ അങ്ങോട്ട് 13 വർഷത്തെ മക്ക കാലഘട്ടവും 10 വർഷത്തെ മദീന കാലഘട്ടവും, ഇങ്ങനെയാണ് നമുക്ക് സീറയുടെ ഒരു ആകത്തുക നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ടോപ്പിക്ക് ഇന്ന് പറഞ്ഞു തുടങ്ങാൻ സമയമില്ല. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് ഖദീജ ബീവിയുടെ വിവാഹവും അതുമായി ബന്ധപ്പെട്ട വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പല സംഭവങ്ങളും നമുക്ക് ചർച്ച ചെയ്യാം. വാഖിദ് ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹുൽ മലികുൽ ഹഖ് വലാ തഅജൽ ബിൽ ഖുർആനി മിൻ ഖബ്ലി അൻ യുഖ്ദാ ഇലൈക വഹ്യുഹു വഖുർ റബ്ബി സിദ്നി ഇൽമാ.